ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എറണാകുളം ജില്ലയിലെ വടക്കേക്കര പഞ്ചായത്തിൽ മൂത്തകുന്നം ഭാഗത്ത് ശ്രീമാൻ പ്രൊഫസർ രമേശൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കൃഷികളാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാത്തരം പച്ചക്കറികളും സാമാന്യത്തിലധികം ഉപ്പുരസമുള്ള ഈ മണ്ണിൽ അദ്ദേഹം നല്ലതുപോലെ നട്ടുവളർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കൃഷികളുടെ ഒരു പ്രത്യേകത തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ തൊഴിലാളികളുടെയും പൂർണ്ണമായ സഹകരണത്തോടുകൂടി അവരുടെ കൂടെ പങ്കാളിത്തത്തോടു കൂടിയാണ് അദ്ദേഹം കൃഷികൾ നടത്തുന്നത് എന്നതാണ്. ഈ കൃഷികൾക്ക് പിന്നിലുള്ള വിജയത്തിൻ്റെ രഹസ്യവും അതുതന്നെയാണ്. നമുക്കതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണാം. രമേശ് സാർ രാവിലെ തന്നെ കൃഷിയിലാണല്ലോ. സാറ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു? ഞാൻ നാട്യസം കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു. ആണല്ലേ? സാറ് എന്തിന്റെ പ്രൊഫസറായിരുന്നു? ഞാൻ സുവോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറായിരുന്നില്ലേ? ഇപ്പൊ കൃഷി തന്നെ. മനോഹരമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പച്ചക്കറിയും കൃഷി ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് സാർ ഇപ്പൊ ഇവിടെ? വാഴ ഒരു 300 ചെയ്തിട്ടുണ്ട്. പിന്നെ പടവലം, പാവല്, പീച്ച്, തക്കാളി ഉണ്ട്, ബ്രൊക്കോളി, കോളിഫ്ലവർ, പച്ചമുളകുണ്ട്, വഴുതനങ്ങ, വെണ്ടക്കൊരു, ഇതെല്ലാ പച്ചക്കറികളും ഉണ്ട്. അത് ശരി. അപ്പൊ ഇതിന്റെ പണികളൊക്കെ ആര് ചെയ്യും? പണിയുടെ തൊഴിലുറപ്പിൽ ഒരു 10 പേരും കൂടി ഉൾപ്പെട്ടിട്ട് ഒരു സംരംഭമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ശരി. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളെ എൻ്റെ ഇതായിട്ട് അവർക്ക് മാർഗദർശനം കൊടുക്കും. 10 പേരാണ് അതിനെ മെയിനായിട്ട് ഇത് കംപ്ലീറ്റ് പരിപാലിച്ച് പോകുന്നത് പറഞ്ഞതായിട്ട്. അത് ശരി. പിന്നെ തൊഴിലുറപ്പിൽ പെടുത്തിയിട്ടാണ് എൻ്റെ പണി മുഴുവൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഇനിഷ്യൽ പണികൾ മുഴുവൻ, എൻ്റെ നിലമൊരുക്കുന്ന പണികൾ മുഴുവൻ തൊഴിലുറപ്പിൽ പെടുത്തിയിട്ട് ഒരു 15 ദിവസം 30ഓളം സ്ത്രീകൾ നിന്നിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിൽ തന്നെ ഒരു 10 പേരാണ് ഇതിനകത്ത് ഇപ്പൊ നിരന്തരം പണി ചെയ്തിട്ടെല്ലാം. അപ്പൊ ഈ തൊഴിലുറപ്പ് ദിനങ്ങളിൽ അല്ലാതെ ഉള്ള ദിവസങ്ങളിൽ ഇവര് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അന്നത്തെ വേതനം ആരാണ് കൊടുക്കുന്നത്? അവർക്ക് അതിന്റെ ലാഭത്തിന്റെ വിഹിതം അവർക്കുള്ളതാണ്. അവരുടെ കൃഷിയാണ്. അതെ, അവരുടെ കൃഷിയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് സാറിന്റെയും കൂടി ജോയിന്റ് എഫർട്ടാണ്. അത് കൊള്ളാം, വളരെ നല്ലൊരു സംരംഭം. ഇവിടെ ഈ ചോളവും ബന്ദിയും ഒക്കെ ഇടകലർത്തി നട്ടേക്കണേന് എന്തെങ്കിലും സൂര്യകാന്തിയും ഉണ്ട്, എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടോ? എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്താ എഞ്ചിനീയറിംഗ്? എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ്. അതെന്താണെന്ന് വിവരിക്കാമോ? അതെന്ന് വെച്ചാല് ഈ ചോളത്തിനെയും കമ്പത്തിനെയും ബന്ദിക്കൊക്കെ കീടങ്ങൾ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ വരണമെങ്കിൽ ആദ്യം ഇതിനേ വരുള്ളൂ. അത് ശരി. അപ്പൊ ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിപ്പോ തന്നെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അത് മൂഞ്ഞ ധാരാളം ഉണ്ട്. അപ്പൊ മൂഞ്ഞ ആദ്യം ഇതിലാ വരിക. അപ്പൊ ഈ മൂഞ്ഞ തിന്നുന്ന കുറെ പ്രാണികൾ ഇതിനകത്തുണ്ട്. അതാണ് മിത്രകീടങ്ങൾ എന്ന് പറയും. മിത്രകീടങ്ങൾ ധാരാളം ഡെവലപ്പ് ചെയ്യും ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ശത്രുകീടങ്ങളെ തിന്ന് നശിപ്പിക്കും. അതാണ് ഈ എക്കോളജിക്കൽ കൺസെപ്റ്റ്, എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്. അതായത് ശത്രുകീടങ്ങൾ ആദ്യം ഇതിനെയാണ് ബാധിക്കുക. അപ്പൊ മിത്രകീടങ്ങളും ഇതിൽ പെരുകും. അപ്പൊ അതുകൊണ്ട് മിത്രകീടങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. മിത്രകീടങ്ങൾ അട്രാക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ആണത്. അത് ശരി. അപ്പൊ മിത്രകീടങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ശത്രുകീടങ്ങൾ കുറവായിരിക്കും. നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. മറ്റുള്ളതിന് ശത്രുകീടങ്ങൾ വരുന്നതിന് മുമ്പ് ഇതിന് വരും. അപ്പൊ ഇതിന് കീടം വരാൻ സാധ്യത ഇൻഡിക്കേഷൻ ആണ്. അങ്ങനെ ഒരു ഇൻഡിക്കേറ്റീവ് സ്പീഡ്സ് കൂടിയാണ്. ഇതിങ്ങനെ വരിയായിട്ട് ഒരു വേലി പോലെ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇടക്കൊക്കെ നട്ടിട്ടുണ്ട് ഇങ്ങനെ. അത് ശരി. ധാരാളം നട്ടിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രയോജനപ്രദമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഇത് ഈൽഡ് എടുക്കുകയും ചെയ്യാം. കമ്പ ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ? ബന്ധുക്കളൊക്കെ ഇടക്കിടക്ക് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ കൃഷി ഇറക്കി നട്ടപ്പോ തന്നെയാണ് ഇത്? അതേ സമയത്ത് തന്നെ നട്ടതാണ്. സമയത്ത് നട്ടതാണ്. അപ്പൊ ഇതിന്റെ വിളവ് പടവലമൊക്കെ കായ്ക്കുമ്പോഴേക്കും ഇതിന്റെ പൂക്കളുടെ പോളൻ ഗ്രെയിൻസ് തിന്നാൻ വേണ്ടിയിട്ട് ധാരാളം മിത്രയിടങ്ങൾ വരുന്നുണ്ട്. പോളൻ ഗ്രെയിൻസ് ആയിട്ട് മിത്രയിടങ്ങൾ വരിക. അപ്പൊ
ബാക്കിയുള്ള ശത്രുകീടങ്ങളെ തിന്നു തീർത്തോളൂ. ഓ, അപ്പൊ ഈ ചോളം, ബന്ദി, സൂര്യകാന്തി ഇതിന്റെ ഈ ഫെൻസിങ്ങിലാണ് ശത്രുകീടങ്ങൾ ആദ്യം വരുന്നത് അല്ലേ? അതിന് തിന്നാനായിട്ട്. അപ്പൊ നമുക്ക് ഇന്ന കീടം ഈ തോട്ടത്തിലേക്ക് വരുന്നു എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷനും കിട്ടും. ശത്രുകീടങ്ങളെ പലപ്പോഴും ഈ മിത്രകീടങ്ങൾ തിന്നൊതുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള രണ്ട് ബെനിഫിറ്റ് ഇതുകൊണ്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നിന്നുള്ള വിളവും കിട്ടും. ചോളം ഉണ്ടാവുന്നുണ്ട്, ബന്ദിപ്പൂവൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സംരംഭം. ഇത് വേറെ സ്ഥലങ്ങളിലും പരീക്ഷിച്ചിട്ടുണ്ടോ? ഈ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അത് ശരി. പിന്നെ ഈ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ കൃഷി, വാഴകൃഷി, ഒരു 300 വാഴ വെച്ചിട്ടുണ്ട്. ഞാലിപ്പൂരാണ്. ഈ പഞ്ചായത്തിൽ പൊതുവെ കൃഷി കുറവാണല്ലോ കാണുന്നത്. അതിനെന്താ? അത് ഉപ്പുരസമുള്ള ഒരു മണ്ണാണെന്നാണ് പറയുന്നത് ഇവിടെ. അത് ശരി. വെള്ളത്തിന് വലിയ കുഴപ്പമില്ല. ഇവിടെ അപ്പുറം ഇപ്പുറം ഒന്നും കൃഷി കണ്ടില്ല. ചുറ്റുപാട് തോടുണ്ട്, ഉപ്പുള്ള. അപ്പൊ വേലിയേറ്റം വേലിയിറക്കമുള്ളതുകൊണ്ട് ഉപ്പിന്റെ അംശം കുറച്ചുണ്ടാവും. അതുകൊണ്ടായിരിക്കണം മൃഗ സഹകരണം വളരെയധികം, പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ വളരെയധികം സഹായം അത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പലരും വന്ന് കണ്ടിട്ട് പല സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നുണ്ട്. ഈ തൊഴിലുറപ്പിന് അതിൽ ഇതുപോലെ ഉള്ള സംരംഭങ്ങളിൽ ഏർപ്പെടുത്താന്നുള്ള പഞ്ചായത്ത്. അതെ അതെ, അത് കുറച്ചും കൂടി പ്രയോജനപ്രദമാണ്. പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്നത്. നമ്മുടെ തൊഴിലുറപ്പെ പറ്റി ഒരു ആക്ഷേപമുള്ള പ്രൊഡക്ഷൻ കുറവാണ്. ഇതിപ്പോ നല്ല പ്രൊഡക്റ്റീവായിട്ട് തികച്ചും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യമല്ലേ? ഒരുപാട് നല്ല വിളവെടുപ്പ് എടുക്കുന്നുണ്ട് അവര്, നന്നായിട്ട് ധാരാളം. ശ്രീദേവി മാഡത്തിന്റെ വീട് ഇവിടെ തന്നെയാണോ? എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അത് ശരി, അത് ശരി. ഇതിവിടെ എത്രാമത്തെ വാർഡിലെ മെമ്പറാ? 4ാം വാർഡ്, തറയിക്കവല. ഇത് 4ാം വാർഡാണ്. 4ാം വാർഡ്. 4ാം വാർഡാണ് അല്ലേ? അത് ശരി. പൊതുവെ കൃഷി കുറവല്ലേ ഇവിടെ? അപ്പൊ 4ാം വാർഡിൽ നമ്മൾക്ക് എന്തെങ്കിലും ഈ കൃഷിയുമായി ബന്ധപ്പെട്ട പണികളൊക്കെ നമ്മൾ ഇവിടെ അടുത്തൊരു പറമ്പിൽ, ധർമ്മൻ സാറിന്റെ പറമ്പിൽ ഇവർ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ്, ഇവർക്ക് കൂടെ നിന്ന് ചെയ്യാനായിട്ടുള്ള ഒരാളുടെ ഒരു കുറവ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ശരിക്കും ഒരു അറിവില്ലായ്മ. ഇപ്പൊ ഞങ്ങളുടെ കൃഷി ഓഫീസറുടെ അടുത്ത് നിന്ന് സഹായം കിട്ടിയിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഓഫീസർക്ക് വന്ന് പറഞ്ഞു കൊടുക്കണേക്കാട്ട് ഉപരിയായിട്ട് രമേശ് സാറ് കൂടെ നിന്ന് ഇവരെ കൊണ്ട് ഓരോ ദിവസവും സാറും കൂട്ടാളികളും നിന്ന് ഇവരെ കൂടെ ഇന്ന ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്, അതുപോലെ തന്നെ അവരും മിടുക്കരായി. അപ്പൊ ഒരു കരനെൽ കൃഷി നമ്മളിപ്പോ ഈ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ നടത്തി. ഇവിടെ ഒരു ചെറിയൊരു രീതിയിൽ ഈ തൊഴിലുറപ്പിന്റെ ആളുകളെല്ലാവരും കൂടി ചേർന്ന് വളരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു. പിന്നെ നമുക്ക് വെള്ളത്തിന്റെ ഒരു കുറവ് കൊണ്ടാണ് അത് അങ്ങനെ അധികം അങ്ങോട്ട് വിജയിക്കാം. എന്നാലും വിജയിച്ചു. വെള്ളം ഇല്ലാന്നാണോ അതോ ഉള്ള വെള്ളം മോശമാണെന്നാണോ? വെള്ളം മോശമാണെന്നല്ല, നമ്മളിപ്പോ ഈ മഴയുടെ ഒരു കുറവ് വന്നുകൊണ്ട് അവിടെ ധർമ്മൻ സാറിന്റെ പറമ്പിൽ നിന്ന് കുളത്തിൽ നിന്ന് മോട്ടർ വെച്ചിട്ടാണ് ഇവരിത് വെള്ളമൊക്കെ. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടാണ്ട് വരും. വെള്ളം പറ്റി പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവര് ഭയങ്കര ബുദ്ധിമുട്ടി കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരിയൊക്കെ നിറയ്ക്കുകയും ഒക്കെ ചെയ്യണ രമേശ് സാറും കണ്ടിട്ടുണ്ട് അത്. അപ്പൊ എനിക്ക് വേണം അതായിരിക്കണം സാറ് ഇവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട്, ഇങ്ങനെ ഇവർ ഇത്രയും അധ്വാനിക്കുന്ന ആളുകളാണ്, അപ്പൊ അവരെയും കൂടി ഉൾപ്പെടുത്തിയാൽ എനിക്കിത് പൂർണ്ണമായിട്ട് വിജയിക്കാൻ പറ്റും എന്ന് സാറിന് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അതും കൊണ്ട് ഇവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ്. ഇങ്ങനെ കുറച്ചധികം ആളുകൾ ചിന്തിച്ചാല് ഇവർക്ക് ഈ 100 ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ കൂടാതെ മറ്റുള്ള ദിവസങ്ങളിലും ഒക്കെ തൊഴിൽ കിട്ടും. തീർച്ചയായും അതൊരു വലിയ കാര്യമല്ലേ? തീർച്ചയായും. ഇപ്പൊ ഒരു വനിതാ ഗ്രൂപ്പ് കൃഷി എന്നും പറഞ്ഞ് ബ്ലോക്കിന്റെ ഒരു പദ്ധതിയുണ്ട്. അതിനകത്ത് നമ്മളെ ഈ ചേച്ചിമാരും അമ്മമാരൊക്കെ അതിനകത്ത് വിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അപേക്ഷ വയ്ക്കുകയും അതിനനുസരിച്ചിട്ട് അവർക്ക് വിത്ത് കിട്ടുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി സ്ഥലങ്ങൾ, ഇവർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം തൊഴിലുറപ്പ് സമയത്തും അത് കഴിഞ്ഞിട്ടും അവർ വർക്ക് ചെയ്തിട്ട് ഒരു 6:30, 6:45, 7 മണിയൊക്കെ ആവും ഇവർ ഇതൊക്കെ ചെയ്ത് വീട്ടിലേക്കൊക്കെ വരുമ്പോ. എങ്കിലും ആ സ്ഥലം വെറുതെ കിടക്കണമെന്ന് പറഞ്ഞപ്പോ രമേശ് സാറിനെ കണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ വിളവെടുപ്പിന്റെ ഒക്കെ ഒരു സമയത്ത് വന്നപ്പോഴും രമേശ് സാറിനോട് പറഞ്ഞു, രമേശ് സാർ ഇവർ ആ ഒരു സ്ഥലം കൂടി എടുത്താലും സാറ് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ തീർത്തും ആള് പറഞ്ഞു എല്ലാം ഹെൽപ്പ് ചെയ്ത് എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഇതും ഉണ്ടാവും, ഇവർക്ക് എല്ലാ പിന്തുണയും ഉണ്ടാവും. അപ്പൊ അതും അവര് തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്ഥലവും അങ്ങനെ വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലത്തും എന്തെങ്കിലും ചെയ്യണം എന്ന് അവരുടെ മനസ്സിൽ വളരെ ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഈ ചെയ്ത് ഇങ്ങനെ ഒരു വിജയം, ഒരു വൻപിച്ച വിജയമായി മാറിയില്ല. അപ്പൊ അതും അവർക്കൊരു ഇതാണ്. സാറിന്റെ പ്രൊഫസർ എന്നുള്ള രീതിയിലുള്ള അറിവ് ഇവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റി, പ്രായോഗികമായിട്ട് അത് വലിയ വിജയമാക്കാൻ പറ്റി. അതെ അതെ അതെ. ഇതുപോലെ ഒരു കൃഷി ഞങ്ങളുടെ ഈ വാർഡിലൊന്നും ആരും പഞ്ചായത്ത് തന്നെ, ഇപ്പൊ കൃഷി ഓഫീസർ തന്നെ അതിന്റെ ഇതിൽ കൃഷി ഓഫീസർ പറയും വളരെ
നല്ല രീതിയിൽ തന്നെ അവരെല്ലാവരും മുന്നിട്ട് ഇറങ്ങിയിട്ട് ചെയ്യണത് കൊണ്ട് അതും സാറിന്റെ ഒരു അഡ്വൈസും കാര്യങ്ങളും സഹായങ്ങളൊക്കെ എല്ലാനും ഉണ്ട് കേട്ടോ പഞ്ചായത്തിന്റെ. അല്ല, ഇവര് വളരെ സ്നേഹമായിട്ടും യോജിപ്പായിട്ടും പോകുന്നുണ്ട്. അത് ഇവിടെ ഒന്ന് കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവര് വരുന്നതും. അപ്പൊ ഇനിയിപ്പോ ഇത് ഇപ്പൊ വീണ്ടും ഈ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു വളരെയധികം ഒരു പ്രചോദനമാണ് ഇവർക്ക്. ഇതെല്ലാം ഇങ്ങനെ ചാലെടുത്താണ് വാഴ നട്ടിരിക്കുന്നത്. ചാലെടുത്ത് വെക്കുമ്പോ എക്സ്പെൻസ് കുറവായിരിക്കും. എളുപ്പമുണ്ടാവും. ഇത് മെക്കാനിക്കലായിട്ട് മെഷീൻ ഉപയോഗിച്ചെടുത്തോ? അവര് 10 സ്ത്രീകൾ തന്നെ അവര് തന്നെ തൊഴിലുറപ്പിലേർപ്പെടുത്തിയിട്ട് അവര് തൊഴിലുറപ്പുകാരാണ് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെതായ ഗുണമുണ്ടാവും. അവര് തന്നെ എടുത്തതാ? അവര് തന്നെ എടുത്താ. ഇത് ഈ 10 സ്ത്രീകളല്ലാണ്ട് പുരുഷന്മാരും 2-3 പുരുഷന്മാരും കൂടി അതിനകത്തുണ്ടായിരുന്നു. തൊഴിലുറപ്പിൽ തന്നെ? തൊഴിലുറപ്പിൽ തന്നെ. അയാൾ 30-32 പേരുണ്ടായിരുന്നു. ഓ, അത് ശരി. 10-12 ദിവസത്തോണ്ടാണ് എടുത്തു തീർത്തത്. നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴുക്കിയാണോ നനയ്ക്കുന്നത്? അല്ലല്ല, ഓസിട്ടിട്ടുണ്ട്. ഇടക്കിടക്ക് ഓസിട്ട് നനയ്ക്കണേ. ഓസിട്ട് നനയ്ക്കും. ഓരോന്നിന്റെ കടക്കൽ ഓസ് വെച്ച് നനയ്ക്കലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് പ്ലംബിംഗ് ലൈൻ ഉണ്ടോ? ഓസ് കണക്ഷൻ അവിടെ നിന്ന് കണക്ട് ചെയ്താൽ നടക്കാൻ എളുപ്പമുണ്ടാവും. ഇത് എത്ര ദിവസം കൂടുമ്പോൾ നനയ്ക്കും? 3 ദിവസം കൂടുമ്പോൾ നനച്ചുകൊണ്ടിരിക്കും. 3 ദിവസം കൂടുമ്പോൾ നനച്ചു. വളമിടുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം അടുപ്പിച്ചാണ്. അത് കഴിഞ്ഞാൽ 3 ദിവസം കൂടുമ്പോൾ. അതിന് അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ടോ? അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ട് അല്ലേ? ഇതിപ്പോ ഈ വാഴ നട്ടിട്ട് എല്ലാം ഞാലിപ്പൂവനാണല്ലോ? എല്ലാം ഞാലിപ്പൂവൻ തന്നെയാണ്. എത്ര ദിവസമായിട്ടുണ്ട് ഇപ്പൊ നട്ടിട്ട്? 3 മാസമായി. 3 മാസം. അടുത്ത ഓണത്തിന് വെട്ടാവുന്ന വിധത്തിലാണ് വെച്ചിരിക്കുന്നത്. ഈ നട്ട രീതി ഒന്ന് പറയാമോ? ഇതൊരു ചാല് പോലെ ഇതുപോലെ കീറിയിട്ട് അതിനകത്ത് ആദ്യം തന്നെ വെക്കണതാണ്. അതിനകത്ത് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് അതിന് ചുറ്റും ചാരം, ചാണാനും എല്ലുപൊടിയും. ഉണക്ക ചാണാനും എല്ലുപൊടിയും ചാരം 3 മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് അരച്ചട്ടി വീതം എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. രണ്ട് മൂടിയിട്ട് വെള്ളം ഒഴിച്ചു. പിന്നെ ഒരു 25 ദിവസം ഇതിനടുത്ത് ആയപ്പോൾ അടുത്ത വളം ഇട്ടു. അതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് മുഴുവൻ പയർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലുള്ള ഈ തിണ്ടിൽ മുഴുവൻ തിണ്ടിലൊക്കെ പയർ ഇട്ടിട്ട് അത് പഠന പയറോ അല്ലാത്ത പയറോ? കുറ്റിപ്പയറാണ്. അത് വെട്ടിമൂടാൻ ഉദ്ദേശിച്ചിട്ടാണ്. നൈട്രജൻ കണ്ടന്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കട്ടോത്തുമ്പോൾ 3ാമത്തെ പ്രാവശ്യം അത് ഇപ്പൊ ലാസ്റ്റ് അത് വിട്ട് മൂടിയിരിക്കുന്നുണ്ട്. അത് പയർ പറിച്ചു നമ്മള്. പയറിന്റെ അകത്ത് വെച്ചാൽ അതിന്റെ ഇല മാത്രം 2000 രൂപ വിറ്റിട്ടുണ്ടെന്നുള്ള അവര് തന്നെ വളരെ ഇതായിട്ട് ഈസി ആയിട്ട് ഇവിടെ പോയിരുന്നു. പയർ കായ് പറിക്കലുണ്ടായി. കായ് വളരെ കുറച്ച് പറിച്ചിട്ടുള്ളൂ. ഇലയാണ് കൂടുതലായിട്ടും പറിച്ചു. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം പറിച്ചതിന്റെ മൂടി അവസാനത്തെ ഇപ്പൊ ഇടിച്ച് മൂടിയിരിക്കണത്. അത് ഇട്ടിട്ട് മൂടിയിരിക്കുക. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ കൂടെ ഇടുമ്പോ തന്നെ പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, കപ്പൽ പിണ്ണാക്ക്, ചാണകം കൂടി വീണ്ടും ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ അതിട്ട് മൂടിയിട്ടുണ്ട്. ഇതിന്റെ കണക്കൊക്കെ കൃത്യം വയ്ക്കുന്നുണ്ടോ? കണക്ക് കൃത്യമായിട്ട് വെക്കുന്നുണ്ട്. അതായത് നമുക്ക് അവസാനം വരുമ്പോ എത്ര ചെലവായി, എത്ര കിട്ടി, ലാഭത്തിന്റെ പകുതി അവർക്ക് തന്നെ ഉള്ളതാണ്. അപ്പൊ കണക്ക് വേണമല്ലോ. കണക്ക് അവരും കൂടി ബോധ്യപ്പെടും. അപ്പൊ കണക്ക് കൃത്യമായിട്ടുണ്ടോ? അതിന്റെ ഇനിഷ്യൽ എക്സ്പെൻഡിച്ചർ വളരെ കുറവാണ്. കാരണം തൊഴിലുറപ്പിൽ പെടുത്തി കിട്ടുന്നുണ്ട്. 30 പേര് ദിവസം വന്ന് ചെയ്തു. അതെ. അപ്പൊ അതിന്റെ നമ്മുടെ ചെലവിൽ വരുന്നില്ല. അത് പഞ്ചായത്തിന്റെ ഒരു സബ്സിഡി പോലെ കരുതിയാൽ മതി. പഞ്ചായത്തിന്റെ പ്രോത്സാഹനം വളരെയധികം പ്രോത്സാഹനം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വളമിട്ടിട്ടുണ്ടോ? ഇപ്പൊ 3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞു. 3 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞു. 3 മാസത്തിനാവും 3 പ്രാവശ്യം വളം ഇട്ടു. 25 ദിവസം കൂടുമ്പോൾ ഇടുന്നുണ്ട്. അത് ഇതിങ്ങനെ തന്നെയാണ് ഇടുന്നത്. അതായത് വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ചാരം ആദ്യം മാത്രം ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോ അതിന്റെ കൂടെ ഇത് ഇട്ടിട്ടുണ്ട്. ഈ പയറിന്റെ ഇല മൂടി. പയറിന്റെ ഇല ഒരു പ്രാവശ്യം. ഇനിയിപ്പോ ഒരു പ്രാവശ്യം കൂടി ചാണാൻ ഇടും. ഇനിയിപ്പോ കപ്പലണ്ടി പിണ്ണാക്ക് ഇടണ്ട. ഇനിയിപ്പോ ചാണാൻ മാത്രം ഇടുള്ളൂ. ചാണകം ഇട്ടിട്ട് മൂടി കഴിഞ്ഞാല് പിന്നെ വളമിടല് അവസാനം. അതായത് 4 മാസം ആകുമ്പോഴേക്കും വളമിട്ട് കഴിയും. അപ്പോഴേക്കും കൊലയുടെ കൊലയായി തുടങ്ങുന്നത്. അല്ല, കൊല അടിയുന്ന 4 മാസം ആകുമ്പോഴേക്കും ഫോം ചെയ്യുന്ന പറയുന്നത്. ചാരം കൂട്ടുണ്ട്. പൊട്ടാഷിന്റെ അംശം കൂടുതലുണ്ടെങ്കിലുള്ള കാലം. അതെ. കൊല എന്നാലും ചാരം കൂടുതൽ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാനുള്ള സമയമില്ല. പിന്നെ റോക്ക് ഫോസ്ഫേറ്റ് ആദ്യം കുറച്ച് ഇട്ടിട്ടുണ്ട്. മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ഒന്നും ഇടാൻ ഉദ്ദേശം ഇവിടെ ഇല്ല. മൊത്തം ജൈവ കൃഷിയായിട്ട് തന്നെ ചെയ്യുന്നത്. അല്ല, പൊട്ടാഷ് ജൈവ വളമായിട്ട് ഉപയോഗിക്കാറുള്ള സാധനമാണ്.
ഈ ജൈവ കൃഷിയിലും പൊട്ടാഷ് ഒരു വളമായിട്ട് അത് ഉപയോഗിക്കാം. വൈറ്റ് പൊട്ടാഷാണ് ഉപയോഗിക്കാൻ. അത് തമ്മിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. ചുവന്ന പൊട്ടാഷ ഇവിടെ അവൈലബിൾ ആയിട്ട്. ചുവന്ന പൊട്ടാഷ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അതെ, പക്ഷെ അങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കേട്ടിരിക്കുന്നുണ്ട്. ഏതായാലും പൊട്ടാഷ് ജൈവ കൃഷിയിലും ഒരു ജൈവ വളമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്കാ ജൈവ കൃഷി ചെയ്യുന്ന ആളുകളും പൊട്ടാഷ് ഒരു വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നല്ല ഒരു എഫക്റ്റ് ഉണ്ട്. ഒരു വാരം മാത്രം ഞാൻ വേറെ ഇതായിട്ട് മാറ്റി നട്ടിട്ടുണ്ട്. അതിനകത്ത് ചെമ്മീത്തല, ഈ ഫീലിംഗ് ഷെഡിൽ നിന്നുള്ള ചെമ്മീന്റെ തല മാത്രം ഇട്ടിട്ടൊരു ഭാഗം മാറ്റി ഇട്ടിട്ടുണ്ട്. ഈ ഒരു വാരം മാത്രം മറ്റു വളങ്ങൾ ഇടാതെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. ആ വാരത്തിന് എന്തെങ്കിലും കൂടുതൽ വളർച്ച കാണുന്നില്ല. പക്ഷെ ഞാൻ വീട്ടിൽ ചെയ്തിട്ടത് നന്നായിട്ട് തോന്നിയിരുന്നു. പക്ഷെ അതിൽ ഉപ്പിന്റെ അംശം ഉണ്ടാവുമല്ലോ ചെമ്മീനാവുമ്പോൾ, അതുകൊണ്ട് പൂർണ്ണമായിട്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. എങ്കിലും ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ദോഷമൊന്നും കാണുന്നില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അതാകുമ്പോ ചില കുറച്ചുകൂടി കുറവായിരിക്കും. ഇതിൽ നിന്നുള്ള ഇല മുറിച്ച് കൊടുക്കാനോ വല്ലതും? ഇതിനകത്ത് ഇല മുറിക്കാൻ പാടില്ല. കണ്ണ് മാത്രം, കണ്ണിന്റെ ഇല മുറിക്കുള്ളൂ. കണ്ണും വരുന്ന കണ്ണൊക്കെ അപ്പം മുറിച്ച് കളയണം. അതിന്റെ വളം വലിക്കുമല്ലോ. അത് മുറിച്ചുകൊണ്ടേ കളയുന്നുണ്ട്. കൊലച്ചു കഴിഞ്ഞാൽ മാത്രം കണ്ണ് വളരാൻ അനുവദിക്കും. അതൊരു കണ്ണൊന്നും വളരാൻ അനുവദിക്കില്ല. എത്ര മാസം ആകുമ്പോ കൊലയ്ക്കുന്ന പ്രതീക്ഷ? ഒരു 6 മാസം കഴിയുമ്പോൾ കൊലക്കും. 10 മാസം കൊണ്ട് കൊല വെട്ടാം. മൊത്തത്തിൽ 10 മാസം സാധാരണ കൊലക്കാൻ പറ്റും. വളത്തിന്റെ ഏറ്റനുസരിച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാണെങ്കിൽ കൂട്ടേ കുറക്കുകയോ ചെയ്യാം. ചിങ്ങത്തിൽ കിട്ടിയാൽ മേശം വില കിട്ടുള്ളൂ. സാധനം ഒരു 10 കിലോ 12 കിലോ ആവറേജ് ഉണ്ടാവും എന്നാണ് ധരിക്കുന്നത്. ഞാലിപ്പൂവിന് നല്ല വിലയല്ലേ? കുറെ കാലമായിട്ട് നല്ല വിലയാണ്. ഇപ്പോഴും 10-60 രൂപ, 50 രൂപ. പിന്നെ ഞാലിപ്പൂവിനാണ് കീടങ്ങൾ പൊതുവെ കുറവായിരിക്കും. എന്റെ അനുഭവത്തിൽ അതാണ്. കാരണം എന്താ, തണ്ടിന് കുറേ ഫൈബ്രസ് ആണ്. ഈ തണ്ട് അതൊക്കെ കുറവായിരിക്കും. പിന്നെ ഞന്ത്രയൊക്കെ ആണെങ്കിൽ കുറ്റിയിടണം. ഈ പിണ്ടിപ്പുഴു കയറാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടില്ല. ചെയ്തിട്ടില്ല ഇതുവരെ. സോപ്പിന്റെ വേണമെങ്കിൽ സോപ്പ് ഇതിന്റെ ഈ ഇലയുടെ കവിളിൽ ചെറിയ ബാർ സോപ്പിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്ലീൻ ആയിട്ട് നിർത്തിയാൽ അതിന്റെ ബോഡി. അത് ഉണങ്ങിയ ഇല നിൽക്കുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടി കയറാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ തണ്ട് വളരെ നീറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവാറില്ല. ഡെയിലി ഞാൻ കൃഷി ചെയ്തപ്പോഴൊക്കെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് ശരി, വരാറില്ല. സോപ്പ് ഒന്നും വയ്ക്കേണ്ടി വരില്ല. പക്ഷെ അതാണ് ബോഡി വളരെ ഒറ്റ ഉണങ്ങിയാൽ പോലെ ഉണ്ടാവാൻ പാടില്ല. ഉണങ്ങിയാലൊക്കെ മുറിച്ച് നീറ്റായിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് ചതഞ്ഞു നിൽക്കാൻ പാടില്ല തണ്ടുകളൊന്നും. ഞങ്ങൾ വെള്ളം നിൽക്കരുത് മഴക്കാലത്ത് പ്രത്യേകിച്ച്. അപ്പൊ അതൊക്കെ നീറ്റായിട്ട് കട്ട് ചെയ്ത് കളയും. അപ്പൊ പിന്നെ അതിനകത്ത് കയറിയിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. കുറച്ച് ദിവസം കയറി നിന്നിട്ട് അതിനകത്തേക്ക് കയറി പോകുള്ളൂ. അതിന്റെ ഒരു ഇടയ്ക്ക് വന്നിരുന്നാണല്ലോ മുട്ട ഇടുന്നത്. ഞാനത് സുവോളജി പ്രൊഫസർ എന്നുള്ള എനിക്ക് അത് വളരെ കോമ്പീറ്റന്റ് ആയിട്ട് പറയാൻ പറ്റും. അത് കയറി നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. പിന്നെ മുട്ടയിട്ട് അകത്തൊക്കെ കയറിയപ്പോൾ കുറച്ച് ദിവസം പിടിക്കും. അപ്പൊ ആ ദിവസം കണ്ടുപിടിക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ ഉണങ്ങിയാലുണ്ടെങ്കിൽ മാത്രമേ ഇരിക്കുള്ളൂ. അതിലിരിക്കില്ല. തണ്ടെടുപ്പ് മാത്രമേ കുഴപ്പമുള്ളൂ. പിന്നെ കൂമ്പടക്കല് അങ്ങനെ കാണാറ്. കൂമ്പടച്ചാൽ പിന്നെ രക്ഷയില്ല. വൈറൽ അറ്റാക്ക്. ഈ കൊല വെട്ടിക്കഴിഞ്ഞ് അടുത്ത 1-2 കന്ന് ഇവിടെ തന്നെ നിർത്താൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. ചെയ്താൽ ഞാൻ അത്രയും ഗുണം കിട്ടുന്നില്ല. അപ്പൊ വേറെ ഒന്നൊരു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കാത്തല്ലോ. അത് ശരി. അപ്പൊ ഈ കട പറിക്കും, കംപ്ലീറ്റ് പറിച്ച് വിത്തൊക്കെ എടുത്ത് നമുക്ക് ആവശ്യമുള്ള വിത്തെടുത്ത് ഈ പറമ്പിൽ ഇത് തന്നെ വെക്കാൻ പാടില്ല. ഇത് വേറെ പറമ്പിൽ കൊണ്ടു വെക്കാം. അപ്പൊ കുറെ കൂടി ഈ പറമ്പിലേക്ക് വേറെ വിത്ത് വെക്കാൻ പാടുള്ളൂ. വാഴഞ്ഞ് കഴിയുന്ന ചെയ്യാതിരിക്കും നല്ലത്. റൊട്ടേഷൻ ഓഫ് ക്രോപ്പാണ് സാധാരണ ഏറ്റവും നല്ലത്. ഇവിടെ ഈ ഏരിയയിൽ പച്ചക്കറി വെക്കുക. പച്ചക്കറി വെച്ച ഭാഗത്ത് വാഴ. വടക്കേക്കര കൃഷി ഓഫീസർ തൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഹൈദരാബാദിൽ പോയി പഠനം നടത്തി അവിടെ നിന്ന് പഠിച്ച ഒരു ടെക്നോളജി എന്നുള്ള നിലയിൽ എക്കോ എഞ്ചിനീയറിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ കൃഷിയിടത്തിൽ നടപ്പാക്കിയത്. വടക്കേക്കര പഞ്ചായത്തിനെ സംബന്ധിച്ച് തീർത്തും ഒരു കോസ്റ്റ്ലി ഏരിയ എന്നുള്ള നിലയിൽ ഉപ്പിനാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകൾക്ക് ചുറ്റും ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭ്യമാവുക. അവിടെയാണ് ഒരു പ്രത്യേകമായി താല്പര്യമെടുത്ത് ആളുകളിൽ, കൃഷിക്കാരിൽ ബോധവൽക്കരണം നടത്തി ആവശ്യമായിട്ടുള്ള പഠനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു കൃഷി രീതി ഇവിടെ അവലംബിച്ചത്. തീർച്ചയായും ഈ കൃഷിയിടത്തിലേക്ക് എനിക്ക് വന്നപ്പോൾ വളരെ അത്ഭുതമായി തോന്നി. കാരണം ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ
രമേശൻ അവർകളടക്കം വളരെ താല്പര്യപൂർവ്വം ഈ കാര്യങ്ങളെ എടുത്തുകൊണ്ട് വളരെ നല്ല നിലയിൽ തൊഴിലാളികളെ സഹായിച്ച് പ്രത്യേകം അവർക്ക് ഉത്തേജനമെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചത്. അതുകൊണ്ട് തന്നെ നന്നായി വിളയെടുക്കാൻ ഇവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു അർപ്പണ രീതിയുടെയും എല്ലാം ഫലമായിട്ടാണ് ആ വിധത്തിലേക്ക് ഉയരാനായി കഴിഞ്ഞത്. നല്ല നിലയ്ക്കുള്ള വിളയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ സൂര്യകാന്തി, അതുപോലെ ചോളം ഉൾപ്പെടെയുള്ള പുതിയ ഞങ്ങൾക്കിവിടെ പരിചിതമല്ലാത്ത കൃഷി വരെ ഇവിടെ നടപ്പാക്കാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത. ചോളത്തിൽ ഉണ്ടാകുന്ന ധാരാളം പൂമ്പൊടി മിത്രകീടങ്ങളെ ആകർഷിക്കുകയും ആ മിത്രകീടങ്ങൾ ശത്രുകീടങ്ങളെ ആക്രമിച്ച് വൃക്ഷങ്ങൾക്ക് ഉണ്ടാകുന്ന കീട ആക്രമണത്തിൽ നിന്ന് സസ്യങ്ങളെ രക്ഷപ്പെടുത്തി നല്ല നിലയിലേക്കുള്ള ഉൽപാദന വർധനവ് ഇവിടെ ഉണ്ടാക്കാനായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായും ഈ പഞ്ചായത്തിൽ വലിയ തോതിലുള്ള ഒരു ജൈവ കൃഷി സംരംഭം നടപ്പാക്കാനായി ഇതിലൂടെ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് പഞ്ചായത്തിന് ഇത് സംബന്ധിച്ചുള്ളത്. എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ ജയനും ശിവനുമാണ് എപ്പോഴും. ജയനും വീട്ടിലുണ്ട് കുറെ കൃഷികളൊക്കെ. ആണോ? അത് ശരി. അവാർഡ് കിട്ടുകയാണെങ്കിൽ ഞങ്ങളെ കൂടി വിവരം അറിയിക്കണം കേട്ടോ. ജിബിനാണ് തൊഴിലുറപ്പിന്റെ ചാർജ്. അത് ശരി. പക്ഷെ ഇത്തരത്തിലൊരു അറേഞ്ച്മെന്റ് ഒരുപാട് സ്ഥലത്തില്ല കേട്ടോ. വളരെ നല്ലൊരു രീതി, ഒരു പ്രയോജനപ്രദമായ കൂട്ടായ്മയാണ് ശരിക്കും. അതാണല്ലോ നമ്മുടെ വിജയത്തിന്റെ രഹസ്യവും നമ്മുടെ ഉദ്ദേശവും അതാണ്. അതെ, കൃഷിഭവന്റെ പഞ്ചായത്തിന്റെ ഭയങ്കര സഹകരണങ്ങളായിരുന്നു. ആ സഹകരണം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നിർത്താൻ പറ്റൂല. നല്ലൊരു കൂട്ടായ്മ, വളരെ അപൂർവം സ്ഥലങ്ങളിലെ ഇതുപോലൊരു ഈ കൂട്ടായ്മ എല്ലായിടത്തോടും വികസിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലായിടത്തും വളരെ നന്നായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇവിടെ തൊഴിലുറപ്പിൽ എത്ര തൊഴിലവസരങ്ങൾ വരെയൊക്കെ ഒരാളിന് ശരാശരി കിട്ടുന്നുണ്ട്? 100 തൊഴിലിനങ്ങളാണ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നത്. 100 കിട്ടുന്നുണ്ടോ? കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? എത്ര രൂപ വെച്ചാൽ ഇപ്പൊ അവർക്ക് ശമ്പളം? 240 ഒരു ദിവസം 240 രൂപ വെച്ച് കൊടുക്കില്ലേ? ഇപ്പൊ പുതിയ ബഡ്ജറ്റിൽ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയല്ലോ ചെയ്തിട്ടുണ്ടോ? ഒന്നും ഓർഡർ ആയിട്ടില്ല അല്ലേ? തൊഴിലാളികൾക്ക് പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും സംസാരത്തിനിടയ്ക്കോ അങ്ങനെയൊക്കെ ചിലതൊക്കെ പറയുന്നുണ്ട്. ദൈവം ഒന്നും പറഞ്ഞില്ല. 5 വർഷമായിട്ട് അത് ശരി. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുകയാണ്. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.